കോഴിക്കോട് വിജിൽ തിരോധാന കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് സിഐ. സരോവരം പാർക്കിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റേത് തന്നെയെന്ന് DNA പരിശോധനാ ഫലത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. എലത്തൂർ സിഐ രഞ്ജിത്താണ് വിജിലിന്റെ ബന്ധുക്കൾക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറിയത്. വിജിലിന്റെ അച്ഛനും സഹോദരനും മൃതദേഹാവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി. കേസിന്റെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന് സിഐ രഞ്ജിത്ത് പറഞ്ഞു. നരഹത്യ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമ്മയുടെ സഹോദരൻ്റെയും ബ്ലഡ് സാമ്പിൾ എടുത്ത് ആ DNA പ്രൊഫൈലിങ്ങിലാണ് ഇത് മാച്ചിങ് ആയത്. ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസ് ആണ്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ഇതുവരെ എൻ്റെ കമ്മീഷണർ തൊട്ട് ഈ സ്റ്റേഷനിലെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ വരെയുള്ളവരുടെ ഒരു കംപ്ലീറ്റ് എഫർട്ടിൻ്റെ ഭാഗമാണ് ഈ കേസ് ഇപ്പോൾ ഇവിടം വരെ എത്തിയത്. ഇനിയിപ്പോൾ അടുത്ത ഈ കേസ് ഉടനെ തന്നെ ഇത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതാണ്. 2019 മാർച്ച് 24-നായിരുന്നു കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതാവുന്നത്. നാട് വിട്ടുപോയി എന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീട് എലത്തൂർ സിഐ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫലപ്രദമായ അന്വേഷണത്തിലാണ് വിജിൽ മരിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.